നർത്തകീന്ന് വിളിച്ചു. നർത്തകീന്ന് വിളിച്ചതല്ല, നിർത്തടീന്ന് വിളിച്ചതാ. എടി കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ രണ്ടുപേരുടെയും ലവ് സീൻ ഫോട്ടോഷൂട്ടിന് വീഡിയോ ഷൂട്ടിന് കൊണ്ടുവന്നാണോടി എന്നെ? അല്ല. പിന്നെ എന്തിനു കൊണ്ടുവന്ന? എല്ലാ മാസവും ചെക്കപ്പ് ചെയ്യുന്ന ആശുപത്രി കൊണ്ടുവന്ന. വയ്യാത്ത ഒരു മനുഷ്യനെ ഇട്ട് കുലുക്കാവുന്ന കുലുക്കാന്നോടി നീ കുലുക്കിയത്. ഇങ്ങനെ വരുന്ന വാ വാ, ആദ്യം മോല് വാ, ആദ്യം മോല് വാ, ആദ്യം മോല് വാ, ആദ്യം മോല് വാ. ഇപ്പോഴാണ് ഈ ആംബിയൻസിനും എന്റെ ആറ്റിറ്റ്യൂഡിനും പറ്റിയൊരു പാട്ട് കിട്ടിയത്. നിന്ന് മനുഷ്യന്റെ കാലും നടുവും വേദന എടുക്കുന്നു. കസേരയല്ലേ കിടക്കുന്നത്, അങ്ങോട്ട് കേറി ഇരിക്കേ. ഇരിക്കണമെന്നുണ്ട്, പക്ഷെ എങ്ങനെ ഇരിക്കും? അത് വടി കുറുക്ക് നിൽക്കുമല്ലേ, പിന്നെ എങ്ങനെ ഇരിക്കും? വടിയൊക്കെ മാറ്റിയാ പോരെ? വടി മാറ്റത്തില്ല. കുര്യാക്കോസിന്റെ വടി അങ്ങനെ ആരുടെ മുമ്പേ മാറുന്നില്ല. വേണമെങ്കിൽ കുര്യാക്കോസ് മാറും. സീറ്റിംഗ് ആയോ? എന്നാ പിന്നെ ഞാൻ ഡോക്ടർ വന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. നോക്കിട്ടോ. പിന്നെ വേറെ കാര്യം, ഡോക്ടർ ഒന്ന് നോക്കിയാൽ മാത്രം മതി. ഡോക്ടറുടെ ക്യാബിനിൽ ഞാൻ ആദ്യം കയറും, എന്റെ പുറകെ കയറിയാ മതി. നീ ഞാനല്ലയോ കയറി എല്ലാം ആദ്യം രോഗവിവരം പറയേണ്ടത്. വേണ്ട വേണ്ട, നീ ആദ്യം കയറില്ല. ഇവക്ക് ആദ്യം കയറുന്നത് എന്തിനാണെന്നറിയാമോ? ഇവക്ക് എന്നെ അപായപ്പെടുത്താനാ. അപ്പം ഈ ഡോക്ടറുടെ വാതിലിന്റെ ഈ ഡോറിന്റെ വാതിലുണ്ടല്ലോ, ഈ വവ്വാലിന്റെ ചിറക് പോലെ ഇരിക്കുന്നത്, അടിക്കടി നോക്കിയാ ഷൂ ഇടാതിരിക്കുന്ന ഡോക്ടറുടെ കാലൊക്കെ നമുക്ക് കാണാം. വാതിലും ആ വാതിലില് ഇവൾ ആദ്യം ചെന്ന് ഇങ്ങനെ തുറന്നങ്ങ് കയറും. ഒരു ദിവസം ഞാൻ പുറകെ കയറിയപ്പോ ഇവൾ ഈ വാതിലങ്ങ് വിട്ടു, എന്റെ മുഖത്ത് വന്ന് ഈ വാതിലടിച്ചു. വെറും BP ചെക്ക് ചെയ്യാൻ വന്ന ഞാൻ നെറ്റിയിൽ 8 സ്റ്റിച്ചുമായിട്ടാ തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ സംസാരിക്കരുത്. ശ്രദ്ധയില്ലായ്മ തന്നെ അത്. കണ്ട പെണ്ണുങ്ങളെ നേഴ്സുമാരെ നോക്കി നടക്കുമ്പോ ആലോചിക്കണമായിരുന്നു ചുമ്മാ വാതിൽ ഒരു അടി കിട്ടുമെന്ന്. ഞാൻ അങ്ങനെ കണ്ട പെണ്ണുങ്ങളൊന്നും പോയി നോക്കുന്നില്ലടി ഞാൻ. കഴിഞ്ഞ മാസം ഇവിടെ ഇതുപോലെ ചെക്കപ്പിന് കൊണ്ടുവന്നു. ഈ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ ഒരു ഉദ്യാനമുണ്ട്. അവിടെ ഈ കൈക്കുമ്പിളിന്ന് ഇങ്ങനെ വെള്ളം പോകുന്ന ഒരു പ്രതിമ ഇരിക്കുന്നത്. ഞാൻ നോക്കിയപ്പം ആ പ്രതിമയോട് വരെ നിന്ന് കുശലം പറയുന്നു. ചുമ്മാ കള്ളം പറയരുത്. എവിടാ കൊച്ചന്റെ വീടെന്ന്? അതോ കുശലം പറഞ്ഞല്ല. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. ഭാവി തലമുറയ്ക്ക് നമ്മൾ കരുതി വെക്കണമെന്ന് ഞാൻ ഉപദേശിച്ചതാ കൊച്ചിനെ. കള്ളത്തരം പറയല്ലേ കേട്ടോ. ഇവൾ ഈ തലതിലെ പറിക്കുന്ന എന്റെ വരച്ച വരെ നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവൾ എന്റെ ഭാര്യയായിരിക്കും, അല്ലെ അമ്മയായിരിക്കും, അല്ലെ എന്റെ പെങ്ങളായിരിക്കും എന്നും. ഇവൾ എന്റെ ബന്ധുക്കാരി പോലും അല്ല. എന്റെ മക്കളെ എന്നെ നോക്കാൻ നിർത്തിയ ഹോം നേഴ്സാ ഇവള്. ഹോം നേഴ്സ് മോളമ്മ വർഗീസ് മോളീന്ന് വിളിക്കും. ഈ കണക്കിന് പോയ എന്നെ ആയിരിക്കത്തില്ല, സാറിനെ ആയിരിക്കും മോളീന്ന് വിളിക്കും. ദൈവം വിളിക്കുന്ന കാര്യമല്ല പറഞ്ഞു, ഞാൻ നിന്നെ മോളീന്ന് വിളിക്കും. എന്തോ ഇത്ര നിർബന്ധം? ഈ താഴെ നിന്ന് വിളിച്ചാലും എനിക്ക് കേൾക്കാം. എന്റെ പൊന്നു കൊച്ചെ അതല്ല പറഞ്ഞു, ഞാൻ നിന്നെ വിളിക്കുന്നത് മോളീന്നാന്നാ പറഞ്ഞു. അങ്ങനെ മോളമ്മേന്ന് വിളിച്ചാൽ മതി. പിന്നെ എന്നെക്കാട്ടി പ്രായമുള്ള കൊച്ചിനെയൊക്കെ ഞാൻ അമ്മേന്ന് ചേർത്ത് വിളിക്കാൻ പറ്റും. ഈ കൊച്ചിന്റെ കാര്യം വേണം, ഇത് വേണം. ആരോഗ്യം ശ്രദ്ധിക്കണം. വലിയ ആരോഗ്യമൊന്നും ഇല്ലല്ലോ, അപ്പൊ അടങ്ങി ഒതുങ്ങി ഇരിക്കണം. ആര് പറഞ്ഞിട്ട് എനിക്ക് ആരോഗ്യമില്ലെന്നും? നല്ല ആരോഗ്യം. എനിക്ക് ഭയങ്കര ഉരുക്കാന്റെ ശരീരം, നല്ല ഭയങ്കര ആരോഗ്യം എനിക്ക്. കഴിഞ്ഞിടയ്ക്ക് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ബൈബിൾ എടുത്തപ്പോ ബൈബിളിന്റെ വെയിറ്റ് കാരണം മൂക്കൂത്തി മെഴുകുതിരി കെടുത്തി ആ മനുഷ്യനാണ് നിങ്ങൾ. മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ച ആ മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചല്ല, ഞാൻ നോക്കിയപ്പം തെറ്റിയൊന്നും കൂട്ടുന്നതാ കണ്ടത്. അത് ഈ വചനത്തിന്റെ വെയിറ്റ് കൊണ്ട് ചിലപ്പോ നമ്മുടെ തലയൊന്നും താഴും. തല ബ്ലഡിന്റെ റിസൾട്ട് ഒന്ന് നോക്കണം. സാറിന്റെ തലമുടി വരെ കൊഴുപ്പാ. ഈ നരച്ചതിനകത്തോ? പിന്നെ അല്ല, അതെങ്ങനെ ഡോക്ടർമാര് പറയുന്ന ഒരു വക കേക്കത്തില്ല. ഉപ്പേരി അത് മാത്രമേ തിന്നത്തുള്ളൂ. ഒരൊറ്റ വറ്റിൽ വെറുതെ വെക്കത്തില്ല. ചീനി, കാച്ചില്, ചേമ്പ്, ചേന എന്തോ വറുത്ത് വെച്ചാലും എടുത്ത് നിങ്ങൾ തിന്നോളൂ. ഞാൻ അറിഞ്ഞു. ഞാൻ കണ്ടതല്ല, ഞാൻ കേട്ടു. രാത്രി 12 മണിയാകുമ്പോ സാറിന്റെ ഡോറിന്റെ അങ്ങോട്ട് ചെല്ലണം. ആ കട്ടിലെ കണ്ടത് കറുമുറു ഞാൻ കേൾക്കുന്ന അത് കേട്ടോ. ഞറോ ആടുന്നുണ്ടെങ്കിൽ എന്തിനാ ഈ പല്ലിന്റെ ഇടയിൽ നിന്ന് കുത്തി കളയുന്നത്? സംഭവം ശരിയാ. നമ്മൾ ഈ അങ്ങനെയാണല്ലോ. ചിലപ്പം ഈ 6 60 ഒന്നാണെന്നാണല്ലോ പറയുന്നത്. 6 വയസ്സിലെ ആഗ്രഹം നമുക്ക് 60 വയസ്സിലുണ്ടാകും. അപ്പൊ ഞാൻ ഈ ഉപ്പേരിയൊക്കെ തിന്നിരുന്നു 1 മാസം മുമ്പ്. പക്ഷെ ഈ കഴിഞ്ഞ 1 മാസം കൊണ്ട് ഞാൻ ഉപ്പേരി ചവയ്ക്കുന്ന ശബ്ദം നീ കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ല. അത് നല്ല ബുദ്ധിയാണെന്ന് എനിക്കറിയാം. ഞാനത് കേൾക്കാതിരിക്കാൻ വേണ്ടി പച്ചവെള്ളത്തിൽ കുതിർത്തയിപ്പ തിന്നുന്നത്. എന്താ അല്ലാതെ പറയാവോ? അല്ലെന്ന് സാറിന് പറയാവോ? ഞാൻ കൊതി കൊണ്ടല്ലോ ഒരു മിച്ചറോ ഇച്ചിരപ്പൊക്കെ അവിടെയൊക്കെ തിന്നുന്നതിന് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്റെ പൊന്ന് സാറേ, ഉപ്പേരി മൊത്തം തീർത്ത് മക്കള് വന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ പറയും. ഞാൻ തിന്ന് തീർത്താന്ന് പറയണം. ഉപ്പേരി നിന്ന് തീർക്കുന്നതല്ല, സാറ് തീർന്നു പോയി കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുന്നത്? എന്താ പറയുമെന്ന് പറഞ്ഞാൽ അറിവുള്ളവർ പറയുന്നത് അനുസരിക്കണം. ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടില്ലയോ ബേക്കറി സാധനങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വറുത്ത് പൊരിച്ച് വെക്കുന്ന ഒന്നും തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് വരുന്ന സാധനങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കേൾക്കത്തില്ല. പ്ലാസ്റ്റിക് വരുന്ന സാധനങ്ങൾ തിന്നരുത് ഈ ഡോക്ടർമാരെ പറഞ്ഞാൽ മാത്രം പോരാ. അവരോട് പറയണം ഗുളികയും പ്ലാസ്റ്റിക് പേപ്പറിൽ പൊതിഞ്ഞ് തരരുതെന്ന്. അങ്ങനെ ചെയ്യാമല്ലേ? നിർത്താവോ? ഞാൻ ഇന്ന് കണ്ടോ ഇവിടുത്തെ യോഹന്നാൻ ഡോക്ടറോട് ഞാൻ പറയും, ഞാൻ കൃത്യമായിട്ട് ഞാൻ മരുന്ന് കൊടുക്കും. എന്റെ പൊന്നു ഡോക്ടറെ, സാറ് ഗുളിക കഴിക്കത്തില്ലെന്ന് ഇന്ന് ഞാൻ തുറന്ന് ഞാൻ പറയും. ഞാൻ ഗുളിക കഴിക്കുന്നുണ്ട്. കള്ളത്തരം പറയല്ലേ? ഞാൻ കഴിക്കുന്നുണ്ട്. കള്ളം പറയരുത്.
മാറിയിരുന്നു. ഞാൻ തൂത്തു വരാൻ ഞാൻ പെരക്കകത്ത് കയറിയപ്പോ കട്ടിലടി കിടക്കുന്നല്ലോ ഗുളികല്ല. അതെന്തോന്ന് വെച്ചാൽ ഒരു അബദ്ധം പറ്റിയതാ. സംഭവം ഈ 10:30 എനിക്ക് ഗുളിക കഴിക്കേണ്ട ടൈം. ഞാനൊരു 10 മണിയാവുമ്പം ഈ ഗുളിക കവർ പൊട്ടിച്ച് ഈ റൗണ്ടിലുള്ള ഗുളിക എൻ്റെ തിരുനെറ്റിക്ക് വെക്കും. എന്നിട്ട് ഇങ്ങനെ നെറ്റി അനക്കി അതെന്റെ മൂക്കിൽ കൂടി ഇങ്ങനെ ഉരുട്ടി ഈ മീശയുടെ അവിടെ വന്നപ്പോ ഒരു ദിവസം മറിഞ്ഞ് കട്ടിലടിപ്പോയത് എന്റെ കുറ്റമാണ് ഓടിയത്. ഒരു സാധാരണ ഒരു മനുഷ്യൻ ഗുളിക തിന്നുന്ന ഇങ്ങനാണോ? ഞാൻ ഒരു 10-70 വയസ്സുള്ള മനുഷ്യനല്ലേ. എന്റെ വീട്ടിൽ എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ട എനിക്ക്. ഫിറ്റ് കണക്കിന് ഒരു ടി വി എടുത്ത് വെച്ചേക്കുന്നത്. അയ്യോ, അതാണ് ഹോം തിയേറ്റർ. ഫിറ്റ് ടി വി വെച്ചേക്കുന്നത് നല്ലത്. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് കണ്ടങ്ങ് എന്റർടൈൻമെന്റ് ചെയ്താൽ പോരായോ? സംഭവം ശരിയാ, പിള്ളേര് ചില പൈസ മുടക്കി ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒത്തിരി നേരം ഈ സ്ക്രീനിലോട്ട് നോക്കിയിരിക്കാൻ പറ്റത്തില്ല, കണ്ണ് കടിയാന്നേ. അത് ഈ പ്രായമായതിന്റെ വെളിച്ചം ഇങ്ങനെ കണ്ണിലോട്ട് അടിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടല്ല, എന്നെക്കാട്ടി നന്നായിട്ട് അഭിനയിക്കുന്നവർ അതിനകത്ത് കാണും. അത് കാണുമ്പോൾ എനിക്ക് കണ്ണ് കടി. എനിക്ക് അങ്ങനെ എത്താൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു കണ്ണ് കടി. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, അടുത്ത മാസം അമ്മച്ചി ഇറ്റലിയിൽ നിന്ന് വരുവാ. ഞാൻ അങ്ങ് പോകും. പിന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന അമ്മച്ചി ആന്ന് ആലോചിച്ചോണം. ചുരുക്കി പറഞ്ഞാൽ ഇത്രയും നാളും ആക്ഷൻ പടമായിരുന്നു, ഇനി അവാർഡ് പടമാണ്. മനസ്സിലായില്ല? അല്ല, നീ ഇത്രയും നാളും ഇങ്ങനെ പേടിപ്പിച്ചില്ലേ എനിക്ക് ആഹാരം തരുന്ന ഗുളിക തരുന്നൊക്കെ. എന്റെ ഭാര്യ വന്നാൽ എന്റെ പൊന്നു ദൈവമേ, ചുമക്കുള്ള ഗുളിക എടുത്തോണ്ട് വാടിയെന്ന് പറഞ്ഞാൽ അവൾ ആ ഗുളിക എടുത്തിട്ട് ഇവിടെ വരുമ്പോഴത്തേക്ക് ആ ഗുളികയുടെ എക്സ്പയറി ഡേറ്റ് കഴിയും. അതാണ് പറഞ്ഞത് ഇനി അവാർഡ് പടമായിരിക്കും. ആ മഞ്ഞ കവറിനകത്തെ ഗുളിക ഇനി തന്നെ. അതെന്തോ ഇപ്പൊ അവരുടെ എടുക്ക് ഇപ്പൊ കഴിക്കണം. എനിക്ക് അത് ആവശ്യമില്ലാത്ത സമയത്തൊന്നും തോന്നുമ്പോഴല്ല അതെടുത്ത് കഴിക്കേണ്ടത്. ഇപ്പൊ എനിക്ക് ഒരെണ്ണം വേണമെന്നത്. വേദന ഉണ്ടെങ്കിൽ മാത്രം കഴിക്കാനുള്ള ഗുളികയാണത്. അതാ പറഞ്ഞു, നീ കാലെ ചവിട്ടി പിടിച്ചേക്കോ, കാല് വേദന എടുക്കുന്നു. സാർ അവിടെ ഇരിക്കും, ഞാനേ ചീട്ട് എടുത്തിട്ട് വരാം. പെട്ടെന്ന് വരണം. പെട്ടെന്ന് പറയാൻ അത് എടുത്ത് വെച്ചേക്കോ, അല്ല ഇച്ചിരി താമസിക്കും. ചിലപ്പോ താമസിക്കാനായിട്ട് നീ ചീട്ട് എടുക്കാൻ പോലും അല്ല, ചീട്ട് കളിക്കാനൊന്നും പോലും. അടങ്ങിയിരുന്നോണം കേട്ടല്ലേ. പെട്ടെന്ന് എന്തോ ചെയ്യാനാന്ന് പറ. പിള്ളേരോട് നിർബന്ധം. ഇതൊക്കെ എനിക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമുള്ളൂ, പക്ഷേ സമ്മതിക്കുകയല്ലേ പിള്ളേർ. സ്നേഹമാണേ. സീനിയർ സിസ്റ്റർ റോസമ്മേ, കണ്ണൊക്കെ വല്ലാണ്ടിരിക്കുന്നു. ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അതോ ഇന്ന് ഭയങ്കര കിട്ടില്ല. നാളെ ഒരു പൂ തരണേ. ഇരിക്കട്ടെ. മനുഷ്യനായിരുന്നു, ഞാൻ വിചാരിച്ചു തേനീച്ചയായിരിക്കും. ഞാൻ ആ ഫസ്റ്റ് ടോക്കൺ എടുത്ത പുറകിലിരി. ഞാൻ ആദ്യം കയറുന്ന ചാവാൻ എനിക്ക് ആദ്യം പേടിയാ. എന്നെ മനസ്സിലായിട്ടാ. എന്നെ കുര്യാക്കോസ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ എന്നെ നേരിട്ടറിയാവുന്ന ആരോ ആയിരിക്കണമല്ലോ. നീ ഇന്ന് സൂക്ഷിച്ചെന്ന് ഓർത്ത് നോക്കിക്കേ. എനിക്ക് മുഖത്തെ സൂക്ഷിച്ച് നോക്കടാ. മുഖം ഏതെങ്കിലും ഒരു ഷേപ്പിൽ ഫിക്സ് ചെയ്ത് വെക്കാമോ, മാറ്റാതെ? നിന്റെ പഴയ മുഖമല്ലല്ലോടാ ഇത്. ഇന്നലെ ആമസോണിൽ നിന്ന് വരുന്നതാ. പഴയത് ഞാൻ കളഞ്ഞു. മുഖം കെട്ടി വെച്ചേക്കുവാ. നീ എന്തോ കാല് രണ്ടും കയ്യാലൂരി പിടിച്ചേക്കുന്നേ? അല്ലടാ, പോക്കറ്റ് കൈ ചൊറിയുന്ന ഒരു രസമാണ് എനിക്ക്. അങ്ങനെയാണോ? നീ എന്താടാ ഇവിടെ? എന്നെ വന്നിട്ട് വേണം നെഞ്ചത്താ തൊലിവാൻ. നീന്തടാ ഇവിടെ എന്ന് പറഞ്ഞു. നീന്തടാ ഇവിടെ എന്നല്ല പറഞ്ഞത്. നീ എന്താടാ ഇവിടെ എന്നാണ് ചോദിച്ചത്. എടാ, ഇതൊക്കെ എന്റേതാ. എന്നാ ഇത് എന്റേതാ. അതല്ലെന്ന് ഈ ഹോസ്പിറ്റല് നിന്റെ ആണോ? എന്റെ മോട്ടിയ ഹോസ്പിറ്റല് ആണോ? പിന്നെ അപ്പൊ യോഹന്നാൻ ഡോക്ടർ എന്റെ മൂത്ത മോൻ ആണോ? എന്റെ പൊന്നടാവേ, ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. കാരണം ഇവരിങ്ങനെ ഒരു മോനുണ്ടാവാൻ വഴിയില്ല. ഈ വിവരം വിദ്യാഭ്യാസമുള്ള ഈ വ്യഞ്ജനാക്ഷരങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ നെഞ്ചുവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ മണി പിടിച്ചിരുന്നവന് ഡോക്ടറോ മോനുണ്ടാവോ എന്ന് വിചാരിച്ചാൽ നമ്മൾ എങ്ങനെ വിചാരിക്കും? നമ്മള് എങ്ങനെ കിട്ടിയടാ നിന്റെ മോനി ഡിഗ്രി ഒക്കെ? എന്റെ മോനെ ഡിഗ്രി കിട്ടിയത് മീറ്റ് കപ്പലണ്ടി വാച്ചായിരുന്നു. ആ കുമ്പിളിനകത്തിരിക്കുവായിരുന്നു ഡോക്ടറായിട്ട്. ഞാൻ കഷ്ടപ്പെട്ടിട്ട് പിള്ളേരെ പഠിപ്പിച്ച ഡോക്ടറാക്കി. അവനാണ് ഈ ഹോസ്പിറ്റൽ തുടങ്ങിയിരിക്കുന്നത് ഇവിടെ. ആണോ? അപ്പൊ നീയാണോ നിന്നെയാണോ നിന്റെ നോട്ടങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കുന്നേ? അല്ലല്ല, ഞാൻ ഇടക്കിടക്ക് വരും. ഇവിടെ വന്നിട്ട് ഞാൻ നേരെ ഈ ചെറുക്കൻ ഇഷ്ടമല്ല ഞാൻ ഇവിടെ വരുന്നത്. പിന്നെ എങ്ങനെ വരും നീ? ഞാൻ ഈ CCTV അതോ കാണാതിരിക്കാൻ വേണ്ടി ഞാൻ ഭിത്തിയെ പറ്റി പിടിച്ചാ പോകുന്നത്. ഭിത്തിയെ പറ്റി പിടിക്കുമ്പോൾ ഞാൻ നേരെ ഇവിടെ ഫാർമസി ചെന്ന് കയറും. എവിടെ? ഫാർമസി ഗുളിയൊക്കെ തരുന്നത്. ഓ, ഫാർമസി. അവിടെ ചെന്ന് കയറി പെമ്പിള്ളാരോടൊക്കെ 10 വർത്താനൊക്കെ പറഞ്ഞ് നേരെ ഞാൻ ലാബിൽ പോകും. ലാബിൽ പോയി 2 കൊല്ലം ഞാൻ ലെൻസിനകത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി പിള്ളേരൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു മാറ്റം എനിക്കുണ്ടാവും. പണ്ടത്തെ കുരുത്തക്കടൊന്നും ഇതുവരെ വിട്ടിട്ടില്ല. പിന്നെ നിനക്ക് വേറെ മക്കളില്ലേടാ? രണ്ടാമത്തെ ഉലഹന്നാൻ. അവനെവിടെ? അവന് സർജനാ. അല്ല, മരുന്ന് വാങ്ങിച്ചുകൂടാ. എന്താ? അവന് ഛർദില്ലാന്ന് പറഞ്ഞു. സർജൻ. രണ്ടുപേരേ ഉള്ളൂ. അവൻ ഇവിടെ ഇല്ല. അവനങ്ങ് നാഹാനുണ്ടില്ല. അവിടുന്ന് പരിപാടി മിലിറ്ററി ഹോസ്പിറ്റലിലെ ഡോക്ടർ അല്ലയോ? മിലിറ്ററി ഡോക്ടറാണോ? ഓ, എന്റെ വിശേഷങ്ങളൊക്കെ എന്തിനായി? നിനക്ക് എന്തുവാ അസുഖം വല്ലതും ഉണ്ടോടാ? എനിക്ക് ഇത്ര നാളായിട്ട് ഓരോ അസുഖമില്ല. 40 കൊല്ലമായി അസുഖം എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ട്. നീ ബാറ്ററിയിലാന്ന് ഓടുന്നേ? അല്ല, അസുഖമില്ലെന്ന് പറഞ്ഞോണ്ട് മക്കളൊക്കെ ഡോക്ടർമാരില്ലയോടാ. എന്റെ ഈ മൂത്ത ഇറക്കം തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് അവൻ എന്റെ ഹൃദയം വലിച്ച് കീറി പുറത്തെടുത്ത് വെച്ച് കാണിക്കുക. അപ്പച്ചാ ഇതാ ഹൃദയം എന്ന് പറഞ്ഞു. കഴിഞ്ഞിടക്കല്ലേ വൃക്ക എടുത്ത് വെച്ചിട്ട് മറന്നു പോയടാ. ലാബിൽ അടിച്ചു കയറ്റി
ചികിത്സാ രീതിയാണ് അവൻ എനിക്ക് പഠിക്കുന്നത്. ആണോ? ഇതേ നോക്ക്, നിന്റെ കൂട്ടാന്നു നമ്മൾ രണ്ടും ഒരേ സമപ്രായക്കാരാ. ഇതിലുണ്ടോ നോക്കാം. ഇല്ല. ഇതിലുണ്ടോ നോക്കാം. ഇല്ല. ഒരസുഖമില്ലല്ലോ. ഇല്ല. ഞാൻ അതുപോലെ പിടിക്ക്. നിനക്ക് എന്തിന്റെ അസുഖമായിരുന്നു? ഞാനേ പിടിക്കാതെ നിൽക്കും. ആ സംഭവ എന്റെ ഫാമിലി എന്നൊക്കെ പറഞ്ഞാൽ അന്നമ്മ ഞാൻ കല്യാണം കഴിച്ചു, താമസിച്ച കുഞ്ഞുങ്ങളുണ്ടായത്. അതെ, താമസിക്കുമ്പോഴാ കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഒന്നിച്ച്. അതല്ലെന്ന് എടാ, എന്റെ അന്നമ്മയുടെ കല്യാണം കഴിഞ്ഞ് 10 കൊല്ലം കഴിഞ്ഞാണ് എന്റെ മോള് ലിസി വന്നത്. അതുവരെ അവള് പിണങ്ങി മാറിയിരിക്കുമായിരുന്നു. അതല്ലെന്ന് അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ ചികിത്സയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കുഞ്ഞുണ്ടായത്. അതാ പറഞ്ഞത്. അപ്പൊ മോളിപ്പോ എവിടെ? മോളിപ്പോ അവള് ചിക്കാഗോ എന്ന് പറഞ്ഞപ്പോ ഒരു തുമ്മൽ വന്ന തടഞ്ഞോ? ചിക്കാഗോയില് ലിസിയുടെ മോളുണ്ട് എലീന. അപ്പം നിന്റെ മോക്കൊരു മോളാണല്ലേ? മോക്ക് മോളാണല്ലേ? ആ മോക്ക് മോളാണ് എലീന. അവളെവിടാ ജോലി ചെയ്യുന്നറിയാമോ? എവിടാ? ഇൻഫോ പാർക്ക്. അവിടെ വെച്ചത് വെറുതെ ഒരു ഫോകളെ കക്ഷത്തിട്ട് കാട്ടിരിക്കട്ടെന്ന് വിചാരിച്ചു. കൊച്ചുമോള് മിടിക്കുകയാണ്. അവളങ്ങനെ നന്നായിട്ടൊക്കെ പോന്നു. പിന്നെ ഇവിടെ വെച്ച് കണ്ടു വിളിച്ചു എന്നൊന്നും വിചാരിക്കരുത്. കൊച്ചുമോടെ കല്യാണമാണ്. ഇവിടെ വെച്ച് വിളിക്കുവല്ല, നീ വരണം. എന്താ കല്യാണം? മാർച്ച് 18-ാം തീയതി. മാർച്ച് എന്ന് വേണം പറയാൻ. എനിക്ക് ഈ മാർച്ച് എന്ന് പറയുമ്പോ തെറ്റും. വെനിജരിയും ഫെബ്രുവരി എനിക്ക് തെറ്റത്തില്ല. മാർച്ച് എനിക്ക് തെറ്റും. എനിക്ക് നിന്റെ നാക്കൂടെ ശീർഷിക്കണം. ഇവിടെ എവിടെ വെച്ചാ കല്യാണം? ഓഡിറ്റോറിയത്തിൽ വെച്ചാ. സുരാങ്കണി ഓഡിറ്റോറിയം അവിടെ വെച്ചാണ്. 2 നിലയുള്ള ഓഡിറ്റോറിയമാണ്. ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് കര കയറുമ്പോ തല കറങ്ങരുത്. പിന്നെ എന്റെ കൊച്ചുമാടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ഇതുവരെ ആരും കാണാത്ത കല്യാണമായിരിക്കും. ഇതുവരെ ആരും കാണാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നിന്റെ കൊച്ചുമാടെ കല്യാണം നേരത്തെ നടക്കണം. അതുകൊണ്ട് അല്ലെങ്കിൽ നിന്റെ കൊച്ചുമാടെ കല്യാണം പിന്നെ നടക്കത്തില്ലേ? അതല്ല പറഞ്ഞത്. എന്റെ കൊച്ചുമാടെ കല്യാണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരും ഇതുവരെ കാണാത്ത കല്യാണമായിരിക്കും എന്ന്. എടാ, അടുത്ത ജനുവരി ഫെബ്രുവരിയിൽ എങ്ങോട്ടല്ലേ ഈ കല്യാണം എന്ന് പറഞ്ഞേ? അപ്പൊ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാ കാണുന്നത് നിന്റെ കൊച്ചുമാടെ കല്യാണം? എടാ, അതല്ലേടാ പറഞ്ഞ എന്റെ കൊച്ചിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരും കാണാത്ത കല്യാണമായിരിക്കണമെന്ന്. എടാ, നീ അല്ല കല്യാണം നടത്തിയെങ്കിലല്ലേ കാണാത്ത കല്യാണം എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നീ എന്റെ കൊച്ചുമാടെ കല്യാണത്തിന് വരണ്ട. നിനക്കുള്ള ചിക്കൻ ഞാൻ വല്ല പട്ടിക്കും കൊടുത്തു. അതല്ലേ നീ വന്നതേ, നീ തനിച്ചാന്ന വന്നത്? അല്ല, ആളുണ്ട്. അത് പിന്നെ വേലക്കാരനോ? വേലക്കാരനൊന്നും അല്ല. ടോക്കൺ കിട്ടി കേട്ടോ. കിട്ടി. എത്ര? 216. എന്റെ ദൈവമേ, എന്നെ മേലോട്ട് വിളിച്ചാലും ആ നമ്പർ ഇപ്പോഴേ ആവും തോന്നില്ലേ? അതെ, ലാബിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലാബിലൊന്ന് പോയിട്ട് വരാം. പോട്ടോ. ഇവിടെ വന്ന് പരിചയപ്പെട്ടാന്നു? അല്ല, എന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലയോ? ആളാത്. ഇതൊക്കെ എങ്ങനെ ഒപ്പിക്കുന്നുണ്ടോ? ഇതൊക്കെ എന്റെ ഹോം നേഴ്സ്. ഹോം നേഴ്സ് എന്ന് പറയുമ്പോൾ ഹോം നേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടംമാതിരി അസുഖം ഉണ്ടല്ലോടാ. എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്, പ്രഷർ ഉണ്ട്, ബ്ലീപ്പി ഉണ്ട്. പ്രഷറിന്റെ പ്ലാ കയറി ബ്ലീപ്പിയുടെ ബ്ലീ കയറിയത്. അതൊക്കെ പിള്ളേർക്ക് പേടി. അപ്പൊ എന്നെ നോക്കാനായിട്ട് നിർത്തിക്കുന്ന കൊച്ചാത്. എന്റെ ദൈവം നമ്പരാനെ ഒരു ജലദോഷം പോലും എനിക്ക് വരുന്നില്ലല്ലോ ഇതിനാളെ നിർത്താൻ വേണ്ടി. ഇത് എവിടെ ഒപ്പിച്ചെടുത്ത്? ഏജൻസി വഴിയാ. എനിക്ക് ഉറപ്പിച്ചു തരുമോ? ഏജൻസിയോ? അല്ല, ഇതുപോലെ പെൺകുട്ടിയെ എനിക്ക് ഉറപ്പിച്ചു തരാടാ. ഹോം നേഴ്സോ? എടാ, നിനക്ക് അസുഖമൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാടാ ഹോം നേഴ്സ്? അസുഖമൊന്നും ഇല്ല, എനിക്കറിയാം. എന്നാലും എനിക്ക് ഉറപ്പത്തിന് ഒപ്പിച്ചു തരാടാ. എടാ, ഈ വയ്യാതെ എന്നെ പോലെ ആരും നോക്കാനില്ലാത്തവർക്കാണ് ഈ ഹോം നേഴ്സ് ഒക്കെ വേണ്ട. നിനക്ക് ഒരു കുഴപ്പമില്ല, നിനക്ക് ഹോം നേഴ്സ് വേണ്ട. ഞാനൊരു കാര്യം ചെയ്യാം. പറ. എന്റെ ഈ കാലെടുത്ത് ഈ കസാരയിൽ ഇങ്ങനെ വെക്കാം. നിങ്ങൾക്ക് തല്ലിയും കുടിക്കാമോ? അപ്പൊ അത് നോക്കാൻ ഒരാളെ നിർത്താൻ, ഇതൊരു കൊച്ചിനെ നിർത്താമല്ലോ. എന്നാലും നിനക്ക് ഹോം നേഴ്സ് കൂടിയാ തീരുമല്ലോ. എടാ, നിന്റെ പഴയ കുന്നായ്മ പരിപാടിയൊന്നും ചെയ്യരുതെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എടാ, ജാത്തിയാലുള്ള തൂത്താ പോത്തില്ല. അത് പോകത്തില്ല. അതിനറിയാലോ. അറിയാം. അതെ, ഇപ്പോഴും സത്യം പറഞ്ഞാൽ ഒന്നുകൂടെ കെട്ടാ ഞാൻ തയ്യാറോ? ആണോ? എന്താ കെട്ടാത്ത? എന്താ കെട്ടാത്തത്? അവള് കൊല്ലും. അതെ, സാറിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു ഇഞ്ചക്ഷൻ എടുക്കാനാ. ഇഞ്ചക്ഷൻ എടുക്കാനോ? ഞാൻ പറഞ്ഞോ? വേണ്ട, ഞാൻ തന്നെ എടുത്തോളാം. അല്ല, പൊക്കോ. അല്ല, ഞാൻ പറഞ്ഞെങ്കിൽ ഞാൻ വരാം. വേണ്ട. ഞാൻ പ്രതീക്ഷിച്ച നിന്റെ രാവട്ടെ. എന്താ പേര്? മോളി. മോളിയെ പോരാ പറയണം. എന്റെ പേരെ പറഞ്ഞ മോളി. സാറിന് നേരത്തെ അറിയാവോ? ഞങ്ങൾ ഒന്നിച്ച് പഠിച്ച മഹാമണ്ടനാവൻ. വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അഴുക്കനാ. അതായത് സാറിന് ഇഷ്ടമല്ലാത്ത പന്നന്മാര് പറഞ്ഞുകൊണ്ട് നടക്കുന്ന സാർ ഇപ്പോഴും. ഇതിലെന്തെങ്കിലുമൊക്കെ തരുമോ? പിന്നെ സാലറി തരും, ബോണസ് തരും, പിന്നെ ഓണത്തിനൊക്കെ ഇൻക്രിമെന്റ് തരും, എല്ലാം തരും. ഇൻക്രിമെന്റ് തരുമോ? തരും. ഉറപ്പിരിക്കുന്നു. അത് ഞാൻ അവിടെ പോയി. ഇതൊക്കെ അവൻ മാറ്റിയെന്നാ? ഇതൊക്കെ സാറ് നല്ല സെലക്ഷനാ. ഇൻക്രിമെന്റ് അങ്ങനൊക്കെ തരത്തുള്ളോ? വേറെ എന്ത് തരത്തില്ലേ? വേറെന്തോ മനസ്സിലായില്ലേ? ഏതാ?
ക്രിസ്മസിന് എന്തെങ്കിലും തരാറുണ്ടോ? ക്രിസ്മസിന് എന്തെങ്കിലും തരാറുണ്ടോ? തന്നായിരുന്നു, ബോണസ് ഒക്കെ തന്നായിരുന്നു. അവിടെ തന്നെ സ്ഥിരം താമസം വന്നോ അതോ വീട്ടിൽ പോയിട്ടൊക്കെ വരുന്നോ? സാറിന്റെ കൂടെ വന്നത് പിന്നെ ഞാൻ അങ്ങനെ വീട്ടിൽ പോകാറില്ല. സാറ് അതുപോലെ എന്നെ നോക്കുന്നത്. പിന്നെ വല്ലപ്പോഴൊക്കെ പോവും. ഞായറാഴ്ച അങ്ങോട്ടൊക്കെ ഇറങ്ങാം. അയ്യോ, ഞായറാഴ്ച വീട്ടിൽ പോകണമെന്ന് പറഞ്ഞോണ്ടിരിക്കും. ഓ, അതാ ഞാൻ പള്ളിയിൽ പോയിക്കോളാം. ക്യാരം ബോർഡ് ഉണ്ടോ അവിടെ? ക്യാരം ബോർഡോ സംഭവങ്ങളൊക്കെ ഉണ്ടോ? ആ, ക്യാരം ബോർഡൊക്കെ ഉണ്ട്. എന്താ? അല്ല, എനിക്ക് അവിടെ ഒന്ന് കളിക്കാമല്ലോ ഇച്ചിരി. ഒട്ടും താല്പര്യമില്ലാത്ത കളി. അല്ലെ, ഞങ്ങളെല്ലാം കളിക്കാൻ നീ ഇടക്കിടക്ക് കയറി വന്നാൽ മതി കാപ്പിയൊക്കെ. കല്യാണം ചെയ്തിട്ടുണ്ടോ? കല്യാണം കഴിച്ചാന്ന് വന്ന ഞാൻ പറയട്ടെ, ഇവൻ തരുന്നതിനേക്കാളും കൂടുതൽ പൈസ തരാം. എന്നെ വന്ന് നോക്കാമോ? ഈ നോട്ടമല്ല വേണ്ടുന്ന, നൈസായിട്ടുള്ള നോട്ടം നോക്കിയാൽ മതി. അവിടെ ആകുമ്പോ കുഴപ്പമില്ല, എനിക്ക് ആരോഗ്യമുണ്ട്. ഞാൻ നിന്നെ നോക്കും, നീ എന്നെ നോക്കും. എങ്ങനെയുണ്ട്? സാർ ഇങ്ങോട്ട് വരട്ടെ കേട്ടോ. വൈകിട്ട് വീട്ടിൽ വരാമെങ്കിൽ അമ്പടം ഞാൻ തരാം. എനിക്ക് ഇഷ്ടമല്ല. റംബുട്ടാൻ, മാങ്കുസ്തി താല്പര്യമില്ല. ഇഞ്ചക്ഷൻ എടുത്തില്ല കൊച്ചേ, ഇഞ്ചക്ഷൻ എടുത്തില്ല. അവര് പറയാ ഏണത്തെടുക്കാൻ. അത് പിന്നെ എടുക്കാൻ എന്താ? പിന്നെ എന്ന് പറഞ്ഞാൽ എന്റെ കൊച്ചുമോളല്ലേ ഞാൻ ഇഞ്ചക്ഷൻ എടുത്ത് ഏണത്ത് വെക്കാൻ. അയ്യോ, അത് അങ്ങനെ എടുക്കേണ്ടത് വേദന ഉള്ളതുകൊണ്ട് ഏണത്ത് എടുക്കണമെന്ന് പറഞ്ഞത്. അങ്ങനെയാണെന്ന് പറഞ്ഞാ എന്നാ തിരിച്ചു പോകുമ്പോ തോളത്തെടുക്കാം. കഷ്ടമാണെന്ന് പറ. ഡോക്ടറോട് പറഞ്ഞാലോ? നേരത്തെ കയറ്റിവിടാൻ ഡോക്ടറോട് പറഞ്ഞാലോ? പറയാം. ഇരിക്കാൻ ബുദ്ധിമുട്ടല്ലേ? എന്റെ മോനാ, നിന്നെ അവിടെ കിടത്ത്. എന്തിനാ എന്നെ കൊണ്ട് അവിടെ കിടത്തിട്ട് നീ വാച്ചേ. ചുമ്മാ ട്രിപ്പ് ഇട്ട് വെക്കടാ. ഇല്ല, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇല്ല, ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മാറും ക്ഷീണം. 10 മിനിറ്റ് ഇരുന്നാ മാറും. നടന്നോണ്ടാന്ന് തോന്നുന്നു കൊച്ചേ ക്ഷീണം. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങോട്ട് വരാം. നീ സാർ, ഞാൻ ഒരു കാര്യം പറഞ്ഞ ഈ സാർ കേക്കത്തില്ല. തടവി തരട്ടെ? തടവ്. മതിയോ? രുദ്രാക്ഷം കൂട്ടിഞ്ഞക്കല്ലേ. കുഴപ്പമില്ല. പുറത്തും തടവിക്കേ ഗ്യാസമ്മ പോട്ട് കയറിയും തോന്നേ. മതിയോ? ആ കഴുത്തിന് 2 ഇടി ഇടിച്ചേ. 2 ഞെക്ക് കൊന്നു തരാമോ? മതിയോ? കുഴപ്പമില്ല. ഇതോടെ പറയാം കേട്ടോ. കുറച്ചു നേരം നടക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാന്നുള്ള കാര്യം പറയല്ലേ. മുട്ടത്ത് പിടിച്ചേ. മതിയോ? മതി. എങ്ങനാ ഭാഗ്യവാനാ. ആന്നടാ, ഇതുപോലെ ഈ കൊച്ചപ്പോഴും കൂടെ നടക്കും. എൻ്റെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം. ഞാൻ ഉറങ്ങിയാലും വന്ന് നോക്കും ഇടയ്ക്കിടയ്ക്ക്. ഉറങ്ങിക്കഴിഞ്ഞും വന്ന് നോക്കും ഞാൻ ഇടയ്ക്ക് ഉണരുന്നുണ്ടോന്ന്. അങ്ങനെ എന്നെ എല്ലാ രീതിയിലും കുറച്ച് 2 വർഷമായിട്ട് കാത്തു പരിപാലിക്കുന്ന ഒരു കൊച്ചാണിത്. അതിന് ശേഷം ഇവള് വീട്ടിലോട്ട് പോയിട്ടേ ഇല്ലടാ. അയ്യോ, ഡോക്ടറെ വിളിക്കട്ടെ? ഡോക്ടറെ വിളിക്കട്ടെ? ഇവന്റെ ഈ ചുമക്ക് ഡോക്ടറെ വിളിക്കേണ്ട കാര്യമില്ല. തന്നെ ചുമച്ചുണ്ടാക്കി വെച്ച ചുമയായത്. ഇതിനുള്ള മരുന്ന് എന്റെ കയ്യിലുണ്ട്. പണ്ടും ഞാൻ ഇവന് കൊടുത്തിട്ടുണ്ട് ഇതിനൊക്കെ. വാടാ. എല്ലാ പെമ്പിള്ളാരെ കാണുമ്പോ കുന്നായ്മ പുറത്തോനും പറയുമോടാ. നിന്ന് റിപ്പോർട്ട് എടുക്ക. ഓക്കേടാ, അടുത്ത മാസം വരാം. എല്ലാ മാസം മുടങ്ങാതെ ഞാൻ വരും ഇവിടെ. നിന്നോടാ. നീ നോക്കിക്കോടാ, നിന്നെക്കാട്ടിലും കൂടുതൽ അസുഖം ഞാൻ ഉണ്ടാക്കി എടുക്കും. 4 ഹോം നേഴ്സിനെ എന്റെ കൂട്ടത്തിൽ നിർത്തും. നീ കുശുമ്പോട്ട് ചാവൂടാ. ഇല്ലടാ, സൂക്കേടല്ലല്ലോടാ.